പിന്നെ ഷഹബാസിനെ കൊണ്ട് ആദ്യമായിട്ട് പാട്ട് എഴുതിപ്പിച്ചു ഞാനാ. അതവിടെ വലിയങ്ങാടിയിൽ ഒരു എലക്ഷൻ നടന്നു. ഇവൻ നന്നായിട്ട് പിന്നെ നല്ലൊരു പരക്കും ഷഹബാസ്. നമ്മള് വായിക്കുന്ന സാധനങ്ങള് നാടൻ തനി നാടൻ ഭാഷയിൽ നന്നായിട്ട് വരക്കും ചെയ്യും, നന്നായിട്ട് എഴുതും ചെയ്യും, നല്ല സ്റ്റൈലായിട്ട് എഴുതും, ആർട്ടിസ്റ്റ് സ്റ്റൈല. അപ്പം ഈ വല്യങ്ങാടിയില് പിന്നെ അവിടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും പാട്ട് ഞാനും മ്യൂസിക് ചെയ്ത് കൊടുക്കാറ്, അതൊക്കെ കാസറ്റ് റെക്കോർഡ്. അപ്പൊ ഒരു അവിടെ ഒരു സ്വതന്ത്രമായിട്ട് ഒരാൾ മത്സരിച്ചിരുന്നു. അപ്പോ പുള്ളി നമ്മളോടൊക്കെ ചെറിയ റിലേഷനാണ്, പയ്യൊരു മാഷൊക്കെയാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, എടാ നീ ഇവർക്കൊക്കെ പാട്ട് തോന്നി, എനിക്കൊരു പാട്ട് വേണം, കാരണം അപ്പോ പിന്നെ എനിക്കൊരു പാട്ട് വേണം അതേപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഷഹബാസിനോട് പറഞ്ഞിട്ട് അങ്ങനെ സാധുവിട്ടൊക്കെ ഉണ്ട്, പിന്നെ ജേഷന് ഇങ്ങനെ ഒരു പാട്ട് വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഓന് ഭയങ്കര ഇഷ്ടമാണ് ഈ പിന്നെ ഇതുണ്ടല്ലോ ചില്ലിമുള്ളം കാടുകേളി, അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് അന്ന്. കാരണം അല്ല ഷഹബാസ് പിന്നെ അപ്പൊ ഷഹബാസ് ഈ പാട്ടെല്ലാം പാടും ഇങ്ങനെ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നാറ്റൂണ് തന്നെ ആയിക്കോട്ടെ, കാരണം കുറച്ചുകൂടി അവന്റെ അതാണ് കുറച്ചുകൂടി പിന്നെ സുഖം തോന്നിയപ്പോ. അപ്പൊ അവനോട് ഇന്നൊരു 4 വരി എഴുതിക്കുവായിരുന്നു. അങ്ങനെ അവനത് കന്നഡയാണ്, ഇതിന്റെ ചിഹ്നം, ഇയാളുടെ ചിഹ്നം. അതിന് ഫസ്റ്റിൽ എഴുതി പാട്ടും എഴുതിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ പാടിപ്പിച്ചു ഞാൻ. മറ്റേ 5/4 സ്ലിറ്റിൽ പാടിപ്പിച്ചിട്ട് മൂപ്പർക്ക് കാസറ്റ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അവൻ പിന്നെ അവൻ ആദ്യമായിട്ട് എഴുതിയ പാട്ടും പിന്നെ ഒരു ഭക്തിഗാനാണ്. അത് പിന്നെ കുറച്ച് ദിവസം പിന്നെ അതേപോലെ തന്നെ ഒരു സതീഷും പുലിമട കൂടിയിട്ട് പിന്നെ ക്ലബിൽ വന്നപ്പോ അങ്ങനെ സതീഷ് വിളിച്ചിട്ട് പറഞ്ഞു, ഗഫൂർക്ക ഇങ്ങനെ റഫീഖ് ഷഹബാസ് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. റഫീഖ് എന്ന് പറഞ്ഞാൽ അത് അവന്റെ പേരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ റഫീഖോ, ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഇപ്പോഴും എന്റെ മുന്നിലേക്ക് വരില്ല. ഇപ്പോഴായാലും ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യൂല. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്ത് പാട്ടാണ് എഴുതിയിട്ടുള്ളത്, അങ്ങനെ കാണിച്ചു. അപ്പം നല്ലൊരു ഭക്തിഗാനായിരുന്നു. അപ്പൊ അന്ന് അൽഫ കാസറ്റ്സ്, അമീൻ കാസറ്റ്സ്, പിന്നെ കാസറ്റ്സ് ഒരുപാട് കമ്പനിക്കാരുള്ള. അപ്പൊ അവർക്കുള്ള പാട്ടുകളൊക്കെ ഞാനാ ചെയ്തു മ്യൂസിക് ചെയ്തു. അപ്പൊ ഇവൻ ആദ്യമായിട്ട് എഴുതിയതല്ലേ. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഇവന്റെ ഈ പാട്ടൊന്ന് ഇതില് ചെയ്യണം, കാസറ്റിൽ ചെയ്യണം. അങ്ങനെ ആ ഉടനെ ഇറങ്ങിയ കാസറ്റിലെ പാട്ട് ചെയ്തു. അങ്ങനെ അപ്പൊ ഓന്റെ ഫസ്റ്റിലെ ഓന്റെ വരിക്ക് മ്യൂസിക് ചെയ്തത് ഞാൻ തന്നെയാണ്. ഓനെ കൊണ്ട് ആദ്യം അല്ല അതങ്ങനെ സാധനമായിട്ട് ഇങ്ങനെ വന്നതാണ്. പിന്നെ ഇവരൊക്കെ എപ്പോഴും പിന്നെ അന്നൊക്കെ ഈ സ്റ്റേജ് ഫംഗ്ഷന്, ഈ കോളേജ് സ്കൂളിലെ പിന്നെ കലാപരിപാടികൾക്കൊക്കെ അധികം ഞാനായിരുന്നു ഓർക്കസ്ട്ര പോലെ. അപ്പൊ പിന്നെ ഞാൻ എപ്പോഴും ഇവരെല്ലാരും കൊണ്ടുപോകും, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആരും ഒഴിവാക്കാറില്ല. ജീപ്പിൽ 1-2 കീറ്റുകൾ അങ്ങനെയാണ്. അപ്പൊ അത് പിന്നെ അന്ന് അങ്ങനെയല്ല, പിന്നെ എല്ലാരും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുക. അപ്പൊ അതങ്ങനെ കുറെ ഉണ്ട്. എന്തോ നമ്പറിൽ വെച്ചിട്ട് ആളൊരു പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടല്ലോ.